വായിച്ചാണ് ചെയ്യാവൂ 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗം. ഉസ്സീയാരാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിന്നിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവൻ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുകം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. യെശയ്യാവ്, ദൈവത്തിന്റെ പ്രവാചകനായ യെശയ്യാവ് തന്റെ ശുശ്രൂഷയിൽ കഴിഞ്ഞ നാളുകളിൽ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അയ്യോ കഷ്ടം 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 എന്ന് പറഞ്ഞ യെശയ്യാവ് ദൈവത്തിങ്കിലേക്ക് അവന്റെ മനസ്സ് വെച്ചപ്പോൾ, ദൈവത്തെ കാണുവാൻ അവൻ നോക്കിയപ്പോൾ അവൻ ദൈവിക ദർശനം കണ്ടു. ആ ദർശനം കണ്ടതുകൊണ്ട് ദൈവത്തെ കണ്ടു. അവൾ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെ കണ്ടു എന്ന്, ദൈവമഹത്വം കണ്ടു. അപ്പോൾ തന്റെ ജീവിതത്തിലുണ്ടായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അയ്യോ എനിക്ക് കഷ്ടം. മറ്റുള്ളവരെ നോക്കി അവർക്ക് കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞ യെശയ്യാവ് ഇപ്പോൾ പറയുകയാണ്, അയ്യോ എനിക്ക് കഷ്ടം. അപ്പൊ ദൈവിക ദർശനം പ്രാപിക്കുമ്പോൾ, ദൈവിക ദർശനം കാണുമ്പോൾ, ദൈവത്തെ കാണുമ്പോൾ, ദൈവമഹത്വം കാണുമ്പോൾ നമ്മളുടെ ജീവിതം മാറ്റപ്പെടും എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്തോത്രം. ദൈവിക ദർശനം പ്രാപിക്കുക എന്നുള്ളത് ദൈവമക്കളുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ഒന്നുകൂടെ പറയട്ടെ, ആവശ്യമാണ്. നാം ദൈവ മക്കൾ എങ്കിൽ, കർത്താവിന്റെ കൃപയാൽ നാം ദൈവത്തിന്റെ മക്കളെ തീർന്നുവെങ്കിൽ, നാം നമ്മുടെ പിതാവായ ദൈവത്തിന്റെ മഹത്വം കാണണം. അവങ്കിലേക്ക് നമ്മുടെ മനസ്സ് വയ്ക്കണം. നമ്മുടെ മനസ്സ് മാനുഷിക സ്വഭാവത്തിൽ നമ്മുടെ മനസ്സ് പലയിടങ്ങളിൽ പോകും. അങ്ങനെ പതറി പോകാതെ ദൈവത്തിങ്കൽ ആശ്രയിപ്പാൻ, ദൈവത്തിങ്കലേക്ക് നോക്കുവാൻ ഉള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. സ്തോത്രം. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നാണ് നാം കാണുന്നത്. അപ്പൊ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, കർത്താവിലേക്ക് നമ്മുടെ മനസ്സായി വയ്ക്കുമ്പോൾ നാം ദൈവിക മഹത്വം കാണുവാനും നമ്മെ തന്നെ കണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത് അനുഭവിക്കാനിടയാകും. യെശയ്യാവിന്റെ ജീവിതത്തിലുണ്ടായ പരിവർത്തനം അതാണ്. അയ്യോ അനേകർക്ക് കഷ്ടം കഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന യെശയ്യാവ് ഇപ്പോൾ പറയുകയാണ്, അയ്യോ എനിക്ക് കഷ്ടം. അങ്ങനെയുള്ള ഒരു പരിവർത്തനമാണ് ദൈവമക്കളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നാം എന്ത് ചെയ്യണം? ദിനം തോറും നിമിഷം തോറും നമ്മുടെ മനസ്സും നമ്മുടെ കണ്ണും ദൈവത്തിങ്കിലേക്ക് ആകേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അപ്പൊ ദൈവ മഹത്വം നമുക്ക് കാണാൻ തക്കണിടയായിത്തീരുന്നു. വിശദീകരിച്ച് പല കാര്യങ്ങളും പറയുവാനുള്ളതാണെങ്കിലും സമയത്തിന്റെ അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, വേഗം മുന്നോട്ട് പോകാൻ പോകുന്നു. രണ്ടാമതായിട്ട് ദൈവത്തിങ്കിലേക്ക് മനസ്സുയർത്തുമ്പോൾ, ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തുമ്പോൾ കാണുന്ന രണ്ടാമത്തെ പ്രത്യേകതയാണ് നാം ദൈവത്തിൽ ആശ്രയിക്കും. സ്തോത്രം. ദൈവ ആശ്രയം എന്നതായ ആ മഹത്വകരമായ അനുഭവം നമ്മുടെ ഇതിലുണ്ടാവും. നമ്മുടെ ഏത് കാര്യത്തിനും ഏത് ആവശ്യങ്ങൾക്കും നാം ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. ദൈവത്തെ ആശ്രയിക്കുന്നവരാരും നിന്ദരാകില്ല, ലജ്ജിച്ചു പോകുകയില്ല. യഹോവയെ ആശ്രയിക്കുന്നവർ നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ. സ്തോത്രം. അപ്പൊ ദൈവിക ദർശനം പ്രാപിച്ചാൽ പിന്നെ അടുത്ത പടിയാണ് ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയാണ്. ഇപ്പോൾ വായിച്ച വാക്യത്തിൽ മനസ്സിലായ യെശയ്യാവ് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്തത്. സ്തോത്രം. അതുവരെ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അയ്യോ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ യെശയ്യാവ് ഇപ്പോൾ പറയുകയാണ്, എനിക്ക് അയ്യോ കഷ്ടം. പ്രിയമുള്ളവരെ, ഞാൻ ഒന്ന് വ്യക്തമാക്കി പറയട്ടെ, നാം ദൈവത്തിങ്കിലേക്ക് നമ്മുടെ മനസ്സ് ഉയർത്തുമ്പോൾ നമ്മുടെ ജീവിതം മാറ്റപ്പെടും. വലിയ വ്യത്യാസം സംഭവിക്കും. സാധാരണ മനുഷ്യരെ പോലെ ആയിരിക്കുകയില്ല. ദൈവ മഹിമ കണ്ട സാക്ഷികളായി നമ്മൾ മാറുകയാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും ദൈവത്തിങ്കിലേക്ക് ആകണം. ദൈവ മഹത്വം കാണുവാനുള്ള ആഗ്രഹമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അല്ലാതെ ലോകത്തിലുള്ള പല കാര്യങ്ങളിലെ സ്ഥാനമാനങ്ങളിലൊക്കെ ശ്രദ്ധ വെച്ച് പോയാൽ അത് അവസാനം പരാജയത്തിലേക്ക് വീഴും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി അവന്റെ മുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ, അവനിലേക്ക് നമ്മുടെ മനസ്സുയർത്തുന്നുവെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. ദൈവ ദർശനം നാം കാണും, ദൈവത്തെ കാണും, ദൈവ മഹത്വം കാണും. അങ്ങനെ നാം പൂർണ്ണമായും ദൈവത്തിൽ ആനന്ദിപ്പാനിടയാകും, ദൈവത്തിൽ ആശ്രയിപ്പാനിടയാകും. ഓ എന്റെ ആശ്രയം എന്ന് പറയുവാൻ ഇടയായിത്തീരും. നാം മനുഷ്യരല്ല ആശ്രയിക്കുന്നത്, നാം ആശ്രയിക്കുന്നത് യഹോവയിലാണ്. യഹോവയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ അത് നമുക്ക് കാരണമായി തീരും. നാം എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് സ്വർഗത്തിലേക്ക് ഉയർത്തണം, ദൈവത്തിങ്കിലേക്ക് നമ്മുടെ മനസ്സ് ഉയർത്തണം. നമ്മുടെ മനസ്സ് നിങ്ങളിലേക്ക് ആകുന്നു എന്ന് സംഗീതക്കാരൻ പറഞ്ഞതുപോലെ ധൈര്യത്തോടെ പറയുവാൻ നമുക്കിടയായി തീരണം. സ്തോത്രം. മൂന്നാമതായിട്ട് നാം കാണുന്നത് സാത്താന്റെ പ്രവൃത്തികളെയാണ്. അവിടെ പറയുകയാണ്, എന്റെ പ്രാണനെ തൂക്കിക്കളയരുത്, അവ എനിക്ക് വെച്ചിരിക്കുന്ന കെണിയിലും ദുഷ്പ്രവൃത്തിക്കാരുടെ കുടുക്കിലും അകപ്പെടാതെ വേണം എന്നെ കാക്കേണമേ എന്ന് പറഞ്ഞാൽ സാത്താന്റെ പ്രവൃത്തികളിൽ നിന്ന് ഒരു വിടുതലാണ് അവിടെ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. സാത്താന്റെ പ്രവൃത്തികളിൽ നിന്നുള്ള ഒരു വിടുതൽ. സ്തോത്രം. സാത്താന്റെ പ്രവൃത്തികൾ എന്താണെന്നുള്ളത് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സാത്താന്റെ പ്രവൃത്തികളെ മനസ്സിലാക്കി ആ പ്രവൃത്തികളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് ദൈവത്തിലേക്ക് അയക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഈ സാത്താൻ ദൈവമക്കളുടെ മേൽ വലിയ ഉപദ്രവങ്ങൾ പലപ്പോഴും കുഴപ്പമെന്നല്ല, അവന്റെ ലഭിക്കുന്ന സമയമൊക്കെ അവൻ ഉപയോഗിക്കുന്നത് ദൈവമക്കളെ തകർത്ത് കളയുക എന്നുള്ളതാണ്. ദൈവത്തെ ശത്രുവായ സാത്താൻ ദൈവജനത്തിന് ശത്രുത പ്രവർത്തിക്കുന്നവരാണ്. അവന്റെ പ്രവൃത്തികൾ ദൈവമക്കളോടുള്ളത് ദോഷം സംഭവിക്കാനുള്ളത് മാത്രമാണ്. ഉൽപ്പത്തി പുസ്തകം 3:4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാൻ ഈ സാത്താന്റെ പ്രവൃത്തി പ്രേരിപ്പിക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ സാത്താന്റെ പ്രവൃത്തിയിൽ ഒന്നാമതുള്ളതാണ് അനുസരണക്കേട് കാണിക്കാനുള്ളതായ അവന്റെ പ്രേരണയാണ്. സ്തോത്രം. അവൻ പ്രേരിപ്പിന്ന് കാണാൻ ചോദിക്കുന്നു. സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 1:9, 10, 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധന്മാർക്കെതിരെ അപവാദം പറയുന്നു. ദൈവമക്കൾക്കെതിരെ അപവാദം പറയുന്നത് സാത്താന്റെ പ്രവൃത്തിയാണ്. സ്തോത്രം. സെക്കറിയാവ് നാം വായിക്കുന്ന സെക്കറിയാവ് 3:1 വായിക്കുന്നു, നീതിമാന്മാരോട് എതിർക്കുന്നു എന്ന് കാണുന്നു. ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരണം പ്രാപിച്ചവരെ എപ്പോഴും എതിർത്ത് അവർ ഉപദ്രവം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് സാത്താന്റെ. സ്തോത്രം. ഇയ്യോബ് 2:7 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് രോഗങ്ങൾ വരുത്തുന്നത് കാണാൻ സാധിക്കുന്നു. മനുഷ്യന് രോഗങ്ങൾ വരുത്തുക ഇത് സാത്താന്റെ പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 4:1-3 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചതുപോലെ കർത്താവിന്റെ മക്കളെയും കർത്താവിനെ പിൻപറ്റുന്ന ദൈവജനത്തെയും ഇവൻ പല നിലയിലുള്ള പരീക്ഷണങ്ങൾ നടത്തി തോൽപ്പിപ്പാൻ, തകർത്ത് കളയുവാൻ അവൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 8:44 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് എന്തറിയാമോ? അവൻ ഭോഷ്ക് പറയുന്നവനാണ്, അവൻ കള്ളത്തരം പറയുന്നവനാണ്, വഞ്ചന ചെയ്യുന്നവനാണ്, വഞ്ചന വാക്കുകൾ ഉച്ചരിക്കുന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 9:42 വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ദേഹിയെയും ദേഹത്തെയും ചീത്തയാക്കുന്നവനാണ് ഈ അന്ധകാര ശക്തി അല്ലെങ്കിൽ സാത്താൻ എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ദൈവത്തോട് എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അടുത്തതായിട്ട് നാം വായിക്കുന്നത് 1 തെസ്സലോനിക്കർ 2:18 വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നു, മനുഷ്യനെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു എന്ന് കാണുന്നു. സ്തോത്രം. സ്തോത്രം. 1 പത്രോസ് 5:8 വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? മനുഷ്യരെ വിഴുങ്ങുവാൻ അലറുന്ന സിംഹം പോലെ വരുന്നവനാണ് സാത്താൻ. മനുഷ്യനെ ഭയപ്പെടുത്തി പേടിപ്പെടുത്തുവാൻ, തകർത്ത് കളയുവാൻ വരുന്ന ഒരു അലറിക്കൊണ്ടുവരുന്ന ഒരു സിംഹം പോലെയാണ് ഈ സാത്താൻ എന്ന് കാണാൻ സാധിക്കുന്നു. സ്തോത്രം. ഈ സാത്താനിൽ വഞ്ചനയേ ഉള്ളൂ. പറഞ്ഞാൽ ദൈവമക്കളെ വഞ്ചിപ്പാൻ അവൻ വളരെ പരിശ്രമം നടത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ നമുക്കൊരു കാര്യം, സാത്താന്റെ ചതികളിൽ നിന്ന്, അവന്റെ വഞ്ചനയിൽ നിന്ന്, അവന്റെ പ്രവൃത്തികളിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത് നമ്മെ സ്നേഹിക്കുന്ന ദൈവം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് ദൈവത്തിലേക്ക് ഉയർത്തി നമ്മുടെ ഹൃദയം അവങ്കിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യാം? ആയിരിക്കുമ്പോൾ സാത്താന്റെ പ്രവൃത്തികൾ വഴി നമുക്ക് വിടുതൽ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കുന്നു. സ്തോത്രം. സാത്താന്റെ വഞ്ചന ഉൽപ്പത്തി പുസ്തകം 3:5 ഭോഷ്കായ വാഗ്ദാനങ്ങൾ കൊണ്ടാണ് അവൻ വഞ്ചിക്കുന്നത്. അവൻ ഭോഷ്കായ വാഗ്ദാനങ്ങൾ നൽകുന്നു.
അങ്ങനെ അവൻ വഞ്ചിക്കുന്നു. മത്തായി 4:6 പറയുമ്പോൾ തിരുവെഴുത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. പൈശാചികന്റെ വലിയൊരു പ്രവൃത്തിയാണ് ഈ നാളുകളിൽ ദൈവജനങ്ങളിടയിൽ ദൈവത്തിന്റെ വചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് പറയുന്നതായ അനേകരെ ഈ പിശാചി എഴുന്നേൽപ്പിക്കുകയാണ്. ശരിയായ വ്യാഖ്യാനം ഈ നന്നായി നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ദൈവത്തിനെ നോക്കിയാൽ ശരിയായ വ്യാഖ്യാനം നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് തരും. ദൈവത്തിന്റെ ആത്മാവ് തരുന്ന വ്യാഖ്യാനമല്ലാതെ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വ്യാഖ്യാനങ്ങളൊന്നും നമ്മളെ സഹായിക്കത്തില്ല. നമ്മളെ സഹായിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം പിശാചിന്റെ ചതികളെ സംഭവിക്കുന്നതാണ്. എന്നാൽ നമുക്ക് അനുഗ്രഹത്തിനാണ് ചെയ്യുന്നത് ആത്മാവ് നമുക്ക് വ്യാഖ്യാനിച്ചു തരുമ്പോഴാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ആ സഹായം നമുക്ക് ആവശ്യമായിരിക്കുന്നു കാണാൻ സാധിക്കുന്നു. സ്തോത്രം. പിന്നെ 2 കൊരിന്ത്യർ 2:11 വായിക്കുമ്പോൾ തന്ത്രപരമായ പദ്ധതികൾ കൊണ്ട് പിശാച് വഞ്ചിക്കുന്നു, മനുഷ്യരെ വഞ്ചിക്കുന്നു, ദൈവദാസന്മാരെ വഞ്ചിക്കുന്നു, ദൈവജനത്തെ വഞ്ചിക്കുന്നു, സഭകളെ വഞ്ചിക്കുന്നു. താത്ത എന്ത് ചെയ്യുന്നറിയാം? തന്ത്രപരമായ പദ്ധതികൾ കൂടെ. സ്തോത്രം. 2 കൊരിന്ത്യർ 11:14 വായിക്കുമ്പോൾ വെളിച്ചദൂതന്റെ വേഷം കെട്ടി അവൻ വന്ന് മനുഷ്യനെ ചതിക്കുന്നു, മനുഷ്യനെ വഞ്ചിപ്പാന്നു. വെളിച്ചദൂതന്റെ വേഷം കെട്ടി. വെളിച്ചദൂതൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന്റെ വേഷം കെട്ടുന്നവർ പിശാചിന്റെ കൂട്ടത്തിലുണ്ട്. സ്തോത്രം. പിശാചുക്കൾ യേശുവിന്റെ വേഷം കെട്ടി വന്ന് മനുഷ്യനെ ചതിക്കും, വഞ്ചിക്കും എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം? നാം സ്വർഗത്തിലേക്ക് നമ്മുടെ മനസ്സ് വെച്ച് സ്വർഗത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണുകയും ദൈവത്തെ കാണുകയും ചെയ്യുമ്പോൾ സാത്താന്റെ എതിർപ്പ് അല്ലെങ്കിൽ സാത്താന്റെ പ്രവൃത്തികളെ എതിർത്ത് നിന്ന് വിജയം വരിപ്പാൻ സാധിക്കുന്നു. സ്തോത്രം. അപ്പൊ സാത്താനോട് നമുക്ക് എതിർത്ത് നിൽക്കണം എന്നുള്ളത് നമ്മുടെ പ്രത്യേകതയാണ്. എഫേസ്യർ 4:26, 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യാക്കോബ് 4:7 വായിക്കുമ്പോൾ, 1 പത്രോസ് 5:8-9 എന്നീ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത്, നമുക്ക് ലഭിക്കുന്ന പ്രബോധനം സാത്താനോട് എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ്. സ്തോത്രം. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് പിശാചിന്റെ ചതികളും വഞ്ചനകളും നമ്മളെ വരുമ്പോൾ നാം എതിർത്ത് നിൽപ്പാൻ മനസ്സ് വെച്ചാൽ, നാം ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് പിശാചിനോട് എതിർപ്പാൻ നോക്കുന്നതെങ്കിൽ ദൈവം ദിവ്യ സംരക്ഷകനായി നമ്മുടെ അടുത്ത് വരും എന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും. സ്തോത്രം. അപ്പൊ ഇവിടെ ഈ സംഘത്തിലെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ഒന്നാമതായിട്ട് ദൈവദർശനത്തെ കുറിച്ച് മനസ്സിലായി, രണ്ടാമത് ദൈവത്തെ ശരണപ്പെടുന്നതായിട്ട് കാണുന്നു, മൂന്നാമത് സാത്താന്റെ പ്രവൃത്തികളിൽ അവളെ എതിർത്ത് നിൽക്കുക എന്നുള്ളത്, നാലാമതായിട്ട് ദിവ്യ സംരക്ഷകനാണ് ദൈവം, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമുക്കുള്ള സംരക്ഷണത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. ദിവ്യ സംരക്ഷണം എന്തിനാണ് കർത്താവ് നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളോട് പോരാടുന്ന അന്ധകാര ശക്തി നമ്മോട് കൂടെയുണ്ട്. നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ട്, നാം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ വചനം പഠിക്കുന്നത് കൊണ്ട് നമ്മളെ തകർത്ത് കളയുവാൻ പിശാച് പല തന്ത്രങ്ങളുമായി നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. എന്നാൽ അവിടെ സംരക്ഷകനായി നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് പ്രത്യക്ഷപ്പെടും, ദൈവം പ്രത്യക്ഷപ്പെടുന്നു കാണാൻ സാധിക്കുന്നു. ഈ സംഘത്തിൽ നമ്മൾ വായിച്ച സംഘത്തിൽ 4 കണ്ടതാണ് ദിവ്യ സംരക്ഷകൻ. ദിവ്യ സംരക്ഷകന്റെ പ്രവൃത്തികൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. സ്തോത്രയ്ക്കുന്ന മറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളാൽ, അല്ലെങ്കിൽ മറയ്ക്കുന്ന ദൈവിക പദ്ധതികളാൽ അവൻ നമ്മളെ സംരക്ഷിക്കും. ഒരു വേദഭാഗം വായിക്കാം. പുറപ്പാട് പുസ്തകം 33:22 വാക്യം. പുറപ്പാട് പുസ്തകം 33:22. സ്തോത്രം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി, ഞാൻ കടന്നു പോകുവോളം എന്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. ആമേൻ. സ്തോത്രം. യുഗങ്ങളുടെ പാറയായ കർത്താവിൽ നമ്മളെ മറയ്ക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവിക മഹത്വം കാണുവാൻ അവനെ നമ്മൾ സഹായിക്കുമ്പോൾ നമ്മളോട് പോരാടുന്ന അന്ധകാര ശക്തിയിൽ നിന്ന് ഒരു വിടുതൽ നമുക്ക് വഹിക്കണമെങ്കിൽ യുഗങ്ങളുടെ പാറയായ കർത്താവിൽ നമുക്ക് സുരക്ഷിതയുണ്ട് കാണാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട് നാം സംഘത്തിന് 57:1 വായിക്കുമ്പോൾ പ്രയാസഘട്ടങ്ങളിൽ അവൻ നമുക്ക് രക്ഷകനായി, ദിവ്യ രക്ഷകനായി വരും നമ്മുടെ ദൈവം. പ്രയാസങ്ങൾ എന്നുള്ളത്, കഷ്ടതകൾ എന്നുള്ളത് ദൈവജനങ്ങൾക്ക് കൂടെ ഉണ്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവിടെ നമ്മുടെ സംരക്ഷകനായി ഭൂമിയിൽ നിന്ന് ആരുമല്ല വരുന്നത്,
സ്വർഗത്തിലെ ദൈവത്തിന്റെ സംരക്ഷണം നമ്മുടെ കൂടെ, ദിവ്യ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഈ ദിവ്യ സംരക്ഷണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പ്രയാസ ഘട്ടങ്ങളിൽ അവൻ നമ്മളെ വിടുവിക്കും. ഒന്ന്, കൊടുങ്കാറ്റിൽ അഭയം നമുക്ക് തരും. കൊടുങ്കാറ്റിൽ അഭയം തരുന്നതായ ദൈവസ്നേഹം, ദൈവത്തിന്റെ സംരക്ഷണം. സ്തോത്രം. യെശയ്യാവ് 25:4 വാക്യത്തിൽ കാണുന്നുണ്ട്. സ്തോത്രം. യഹോവയുടെ കൈക്കീഴിൽ നമുക്ക് സുരക്ഷിതയുണ്ട്. പറഞ്ഞാൽ ദൈവത്തിന്റെ വീര്യം പ്രവർത്തിക്കുന്ന കരം, അത്ഭുതം പ്രവർത്തിക്കുന്ന കരം നമ്മുടെ മേൽ വരികയും ആ കൈക്കീഴിൽ, ആ ദൈവത്തിന്റെ കരത്തിനുള്ളിൽ നമ്മളെ സുരക്ഷിതായ ദൈവം ഒന്നും ചെയ്യുവാൻ കഴിയാത്തതിൽ കർത്താവ് നമ്മളെ സഹായിക്കുമെന്ന് കാണാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് കാണുന്നത്, ഉറങ്ങാത്ത സൂക്ഷിപ്പുകാരനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. രാത്രിയിൽ മനുഷ്യൻ ഉറങ്ങും, എപ്പോഴും തന്റെ മക്കളുടെ മേൽ ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേൽ എപ്പോഴും ഇരിക്കുന്നു. രാവും പകലും ദൈവത്തിന്റെ ദൃഷ്ടി തന്റെ മക്കളുടെ മേലുണ്ട്. അപ്പൊ ആ ദിവ്യ സുരക്ഷിതത്വം, ദിവ്യ സംരക്ഷണം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. സംരക്ഷണം നൽകുന്ന പിതാവായിട്ട് ദൈവം നമ്മോട് കൂടി ഇരിക്കും. സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിച്ചാൽ, അവർ ഭയപ്പെട്ടാൽ അവർ ആശ്രയിക്കുന്നത് മാതാപിതാക്കളിലാണ് എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിലെ നമ്മുടെ ദൈവം സംരക്ഷണം നൽകുന്ന പിതാവായിട്ട് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. യോഹന്നാൻ 17:11 വാക്യം, 2 തെസ്സലോനി 3:3 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവ് രക്ഷകനായി നമ്മോടുകൂടെ ഇരിക്കുമ്പോൾ അവൻ ഒരു കാര്യം ഓർക്കണം, അവൻ സർവശക്തനായ ദൈവമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, സർവശക്തനായ രക്ഷാകർത്താവാണ് നമ്മുടെ ദൈവം. അവൻ നമ്മുടെ പിതാവാണ്. സ്തോത്രം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് കാണുന്നത്, ജീവന്റെ സൂക്ഷ്മ സംരക്ഷണം കർത്താവ് നമുക്ക് തരുന്നു. നമ്മുടെ ജീവന്റെ സൂക്ഷ്മ സംരക്ഷണം. സങ്കീർത്തനം 115:12, മത്തായി 6:32 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ലൂക്കോസ് 12:7 കാണാൻ സാധിക്കുന്നു. കർത്താവ് നമ്മുടെ ജീവന്റെ സൂക്ഷ്മക്കാരനാണ്, നമ്മെ സൂക്ഷിക്കുന്നവനാണെന്ന് കാണാൻ സാധിക്കുന്നു. അടുത്തതായിട്ട്, വിശുദ്ധന്മാരായവരെ ദൈവം ഇപ്പോഴും സൂക്ഷിക്കുന്നു. സ്തോത്രം. വിശുദ്ധന്മാരെ സംരക്ഷിക്കുന്നു, സൂക്ഷിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. സ്തോത്രം. അപ്പൊ ഈ നിലയിൽ നമ്മെ സൂക്ഷിപ്പാൻ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. അപ്പൊ പിശാചിന്റെ പോരാട്ടങ്ങൾ നമ്മോട് കൂടെ അധികം ഉള്ളത് കൊണ്ട് കർത്താവ് ഈ നിലയിൽ സംരക്ഷകനായി നമ്മോട് കൂടെ ഉണ്ട്. ഒന്നുകൂടെ ഞാൻ ആദ്യം തൊട്ട് പറയട്ടെ, ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ മനസ്സ് അവനിലേക്ക് വയ്ക്കുമ്പോൾ ദിവ്യ ദർശനത്തിൽ കൂടെ ദൈവത്തെ കാണാൻ, മഹത്വം കാണാൻ ഇടയാകും. അത് നമ്മളെ ദൈവത്തോട് കൂടുതൽ ആശ്രയിക്കുന്നതിന് കാരണമാകും. തിരിച്ചറിയും ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുള്ള ഗുണം, ഫലം എന്താണ് തിരിച്ചറിയാൻ സാധിക്കുന്നു. പൈശാചിക പോരാട്ടങ്ങൾ ഉണ്ടെന്നും അത് നമ്മളെ തകർക്കുവാനുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കി പൈശാചിക പോരാട്ടങ്ങൾ എതിർപ്പാൻ അവന്റെ കൃപ നമുക്ക് ലഭിക്കുന്നു. സ്തോത്രം. ദിവ്യ ദർശനങ്ങൾ കൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തന്നെയുമല്ല, ശത്രുവിന്റെ ഈ പ്രവൃത്തികളിൽ നിന്ന് മനുഷ്യനും സംഭവിക്കാവുന്ന, ദൈവമക്കൾക്ക് സംഭവിക്കാവുന്ന എല്ലാ വിപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്നും സൂക്ഷിപ്പാനായി, സംരക്ഷകനായി ഈ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. സ്തോത്രം. ഈ ദൈവത്തിന്റെ സംരക്ഷണം ധാരാളമായിട്ട് അനുഭവിച്ചുകൊണ്ട് ശക്തിയോടും ബലത്തോടും കൂടെ കർത്താവിന്റെ മഹത്വത്തിനായി നിൽപ്പാൻ നമുക്ക് ഇടയായി തീരുകയാണ്. സ്തോത്രം. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഞാൻ ഇവിടെ വാക്കുകൾ നിർത്തിയാണ്. ഇതൊക്കെ വിശദീകരിച്ച് പറഞ്ഞു മനസ്സിലാക്കാനുള്ള വിഷയങ്ങളാണെങ്കിലും ഞാൻ ചുരുക്കം സമയം കൊണ്ട് ഇത്രത്തോളം കാര്യങ്ങൾ, ഈ 4 പ്രധാന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം നമ്മളെ ധാരാളം നമുക്ക് നമ്മുടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് ആക്കാം, നമ്മുടെ ഹൃദയം അവങ്കിലേക്കാകട്ടെ. ആ ദിവ്യ ദർശനം നമുക്ക് കാണട്ടെ, ദൈവ മഹത്വം കാണട്ടെ, ദൈവത്തെ കാണട്ടെ. നാം ദൈവത്തിൽ ആശ്രയിക്കാൻ ബലമുള്ളവരായി മാറട്ടെ. പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാം. മനുഷ്യന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സാത്താന്റെ പ്രവൃത്തികളെ തിരിച്ചറിഞ്ഞ് അവനോട് എതിർത്തു നിന്ന് വിജയം വരിപ്പാൻ, നമ്മളെ സഹായിപ്പാൻ, സംരക്ഷിപ്പാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. തന്നെയുമല്ല, ഇങ്ങനെയുള്ള എല്ലാ പ്രതികൂലങ്ങളിലും സൂക്ഷ്മമായി നമ്മെ സൂക്ഷിപ്പാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവന്റെ സംരക്ഷണം അത് ദിവ്യ സംരക്ഷണമാണ്. അത് നമ്മുടെ കൂടെയുണ്ട്. ഈ കളിയിൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ഇവരോട് കൂടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ.